Hello everyone, Rukyat Shabnam here, clinical dietitian, HNC Hospital, Kasaragod. As a dietitian, diabetes in the emerging world ine kurichana ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മുമ്പ് ഡയബറ്റീസ് വാസ് കൺസിഡേർഡ് ആസ് എ ഡിസീസ് ഓഫ് വെൽത്തി, ബട്ട് ഇന്ന് അങ്ങനെയല്ല. റൂറൽ ഏരിയാസിലും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിലും ഡയബറ്റീസ് ക്വിക്കായിട്ടാണ് വ്യാപിക്കുന്നുള്ളത്. അതിന് റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ബട്ട് അവർ ഹാബിറ്റ്സ് ഹാവൻറ്റ്. മോർ പ്രോസസ്ഡ് ഫുഡ്സും ഷുഗറി ഡ്രിങ്ക്സും ലെസ് ആക്ടിവിറ്റി ലെവൽസും സ്ട്രെസ്സും ഇന്ന് ഡയബറ്റീസിന് പുത്തൻ വഴികളാണ് ഒരുക്കുന്നുള്ളത്. പഴയ ട്രഡീഷണൽ ഡയറ്റ്, ഹോൾ ഗ്രെയിൻസ്, ഫ്രഷ് വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ബാലൻസ്ഡ് മീൽസും ഇന്ന് ഗ്രാജ്വലി അത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സ്നാക്സും അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുമായിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെ ഫുഡ്സാണ് നമ്മൾ ഈ ഡയബറ്റീസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോൾ ഗ്രെയിൻസ്. അത് നമുക്ക് റെഡ് റൈസ്, ബ്രൗൺ റൈസ്, കീൻവ, അതുപോലെ തന്നെ മില്ലറ്റ്സ്, റാഗി മില്ലറ്റ്സ്, ഫോക്സ്റ്റൈൽ മില്ലറ്റ്സ്, ഓട്സ്, ഇതൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് വെജിറ്റബിൾസ് ആണെങ്കിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ചൂസ് ചെയ്യണം. അതിപ്പോൾ നമ്മൾ ക്യാബേജ് അല്ലെങ്കിൽ ലീഫി ഗ്രീൻസ്, സ്പിനച്ച്, ഫെനഗ്രിക് ലീവ്സ്, ഡ്രം സ്റ്റിക്സ്, ബിറ്റർ ഗോഡ്, ക്യാബേജ്, ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് സെയിം ലൈക്ക് ഫ്രൂട്ട്സ് ആണെങ്കിൽ GI ലോ ആയിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെ ചൂസ് ചെയ്യണം. നമുക്ക് ആപ്പിൾ, പിയേഴ്സ്, അനാർ, പപ്പായ, പേരക്ക, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് ഓവർ റൈപ്പ് ആയിട്ടുള്ള ബനാനാസ് യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഈസ് എ ബിഗ് നോ. ആൻഡ് നമുക്ക് ജാക്ക് ഫ്രൂട്ട്, മാംഗോ, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇനി പ്രോട്ടീൻസ് ആണെങ്കിൽ ലീൻ മീറ്റ്സ് യൂസ് ചെയ്യാം, എഗ്സ് യൂസ് ചെയ്യാം. ആൻഡ് ബീൻസ്, രാജ്മ, മസൂർ ദാൽ, മൂങ് ദാൽ, ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഫാറ്റ്സ് ആണെങ്കിൽ നമുക്ക് സീഡ്സിൽ ഇപ്പോൾ ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്. ആൻഡ് നട്ട്സ് ആണെങ്കിൽ ആൽമണ്ട്സ്, വാൾനട്ട്സ്. ഓയിൽ ആണെങ്കിൽ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാം, ബട്ട് കോക്കനട്ട് ഓയിൽ ഷുഡ് ബി ഇൻ മോഡറേറ്റ് എമൗണ്ടിൽ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഡെയറീസ് ആണെങ്കിൽ നമുക്ക് സ്കിംഡ് മിൽക്ക് യൂസ് ചെയ്യാം, കേർഡ് യൂസ് ചെയ്യാം, പനീർ യൂസ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഹെർബ്സ് ആൻഡ് സ്പൈസസ്, അതിൽ നമ്മൾ ജിഞ്ചർ, ടേർമറിക്, സിനമൺ, ഇതൊക്കെ നാച്ചുറലി ആയിട്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. റിമെമ്പർ, ഡയബറ്റീസ് റിവേഴ്സിങ് ഇസ് നോട്ട് ആൻ ഓവർനൈറ്റ് മാജിക്, ബട്ട് സ്മോൾ കൺസിസ്റ്റൻറ്റ് സ്റ്റെപ്സ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. സോ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ. മൈൻഡ്ഫുൾ ഈറ്റിംഗ്, പോർഷൻ കൺട്രോൾ വേണം. ആൻഡ് ഈറ്റ് സ്മോൾ ബട്ട് frequent meals, not heavy ones. Include protein and fibers in every meals. Walking or moving at least for 20 to 30 minutes after every meal. Monitoring your sugar levels. Diabetes may be growing, but so is our awareness. Thank you.